ആ ഗുരു. ഞാൻ ഗുരു അല്ല രമണ, ജീവ. ആ ഫോണിൽ ഗുരുവാന്നാ പറഞ്ഞേ. വിളിച്ചോണ്ടേയിരിക്കുന്നു. എടുക്കട്ടെ? എടുക്കണ്ട. ഗുരുവിന് തല്ലുകൊണ്ട് ചാവ്. അത് പോട്ടെ, അറിയാഞ്ഞിട്ട് ചോദിക്കുവാ ജീവ. നമ്മളിപ്പോ ഫോൺ അറ്റൻഡ് ചെയ്യുന്നേ ഇല്ല. നൈസായിട്ട് മദ്രാസിന് പോകാതെ എന്തിനാ ഇങ്ങോട്ട് വന്നേ? മണ്ടത്തരം പറയല്ലേ. എന്നെ കാണുന്നതിന്റെ അടുത്ത നിമിഷം അമ്മയ്ക്ക് എന്ത് സംഭവിക്കുന്ന അറിയില്ലേ? എന്നെക്കാളും ഗുരുവിനെ പറ്റി നിനക്ക് നന്നായി അറിയാമല്ലോ. ആ ഗുരുവിനെ പറ്റി എനിക്ക് നന്നായി അറിയാം. എന്നാൽ എന്നെ പറ്റി നിനക്കൊന്നും അറിയില്ലല്ലോ. എനിക്ക് അല്പം ബുദ്ധി കുറവാ. അതെല്ലാവർക്കും അറിയാം. എന്താ ജീവ മുഖത്ത് സന്തോഷകരങ്ങ് വിളയാടുന്നുണ്ടല്ലോ? എടാ ജീവ, ഞങ്ങൾക്ക് എപ്പോഴൊക്കെ സന്തോഷം വരുന്നു അപ്പോഴൊക്കെ ലിക്കർ അങ്ങോട്ട് കുടിക്കും. സന്തോഷം വരുമ്പോഴേ ഇവൻ വിഷമാ കുടിക്കുന്നത്. കുറച്ച് ഒഴിക്കടാ. അമ്മ അറിഞ്ഞാ എന്താവൂന്ന് അറിയാലോ. ചുമ്മാ ഒഴിക്കടാ. എന്താ ചുമ്മാ ഡയലോഗ് ഇട്ടോണ്ടിരിക്കുന്നേ? എടാ ഒഴിച്ചു കൊടുക്കടാ, അതിന്റെ മണം അടിച്ചാലേ ഫ്ലാറ്റ് ആയിക്കോളും. അത് ശരിയാ. ഇവിടെ നല്ല റെമ്മുണ്ട്, അടപ്പിലൂറ്റി തരാം. മണത്ത് നോക്ക്, മയക്ക മന അപ്പൊ തന്നെ താഴോട്ട് ഒഴിച്ചോണം. ഓക്കെ? എന്റെ അമ്മേ. റെമ്മ് ഇല്ലല്ലോ. എടാ പങ്കു, നിങ്ങൾക്ക് ശരിക്കും സന്തോഷമായില്ലേ? ഈ സമയത്ത് ഏതെങ്കിലും ബാറ് തുറക്കോടാ. ഒരുപാട് ലേറ്റായി, എല്ലാ ബാറും ക്ലോസ് ചെയ്യുകയാണ്. അവിടെ എന്താ ദീപാവലിയാണ്? അത് സേട്ടുവിന്റെ കല്യാണം. അവിടെയല്ലേ ഇന്ന് ലിക്കർ ഒഴുകുന്നത്. നമസ്കാരം തലേ. തൂത്തുക്കുടിക്കാരല്ലേ? എന്ത് വേഷമാതല്ലേ ഇത്? അയ്യോ, എല്ലാം ഒരു സെറ്റപ്പ് അല്ലേ? ആണോ? എന്നാ വാതല്ലേ. നിങ്ങൾ വയ്ക്കോ. നിങ്ങൾ വന്നാ അടിപൊളിയാ. ഞാൻ പുറവന്നോളാം. ഇൻസ്പെക്ടർ, ഞാൻ പറഞ്ഞില്ലേ, ശരിയാണെന്ന് മനസ്സിലായല്ലോ. ഒറിജിനൽ വേഷത്തിൽ കണ്ടോ? തൂത്തുക്കുടിയിലെ വലിയ ക്രിമിനല. നിങ്ങൾക്ക് ഇതിന് റിവാർഡ് കിട്ടിയില്ലെങ്കിൽ എന്റെ പേര് തന്നെ മാറ്റിക്കോ. പോയവനെ അറസ്റ്റ് ചെയ്യ് സാറേ. എന്താ ഈ സമയത്ത്? മാഡം, ജീവ പോലീസുകാരനെ അടിച്ച് ആകെ വലിയ പ്രശ്നമായി. നിങ്ങൾ ഭയപ്പെടണ്ട മാഡം. അവൻ വെളിയിൽ വണ്ടിയിലല്ലേ കിടന്നിരുന്നേ? അതറിയില്ല മാഡം. അവിടെ പോലീസുകാരനെ അടിച്ചുകൊണ്ട് പ്രശ്നം വളരെ വഷളായി. ഇപ്പോ ലോക്കപ്പിനുള്ളിലാ. ഇപ്പൊ എന്താ ചെയ്യുന്നേ? വാ പോലീസ് സ്റ്റേഷനിലേക്ക്. മാഡം, നമ്മൾ ഒറ്റയ്ക്ക് പോകാതെ രാഷ്ട്രീയക്കാരായാലും കൊണ്ടുപോയാ കേസില്ലാതെ ഇറക്കിക്കൊണ്ടുവരാൻ കഴിയും. അങ്ങനെ ആരാ ഉള്ളത്? എന്താ പ്രശ്നം? രാത്രി 1 മണിയായല്ലോ. എന്റെ മോനെ നിങ്ങൾ രക്ഷിക്കണം. എന്താ പറ്റിയേ? അവന്റെ മുതുകി തൊട്ട അടിക്കുമെന്ന് അറിയാതെയല്ലേ ഐഡിയ തന്നത്. അവര് രണ്ടുപേരും വേറെ വേറെ ആൾക്കാരാ, മനസ്സിലായി? എന്നെ ഒന്ന് വെളിയിൽ വിട് സാറേ. നിങ്ങൾ CID ആണെന്ന് പറഞ്ഞാ വിടത്തില്ലേ എളിയ? ഒന്ന് പറയളിയ. ഞാൻ ഏത് CID യിലായിരുന്നടാ? CID-കാരനെ വീട്ടിൽ താമസിച്ചിരുന്നു, അത്ര തന്നെ. നമുക്ക് കുഴപ്പമില്ല. നമ്മുടെ കൂടെ വന്ന പോലീസുകാരന്റെ അവസ്ഥ കണ്ടോ? സാർ, കൊടുങ്കാറ്റടിച്ചതുകൊണ്ട് സ്റ്റേഷൻ ഇങ്ങനെയായി പോയെന്ന് റിപ്പോർട്ടിൽ എഴുതട്ടെ സാർ? നമ്മുടെ സ്റ്റേഷനിൽ മാത്രം കൊടുങ്കാറ്റടിച്ചെന്ന് പറഞ്ഞാ വിശ്വസിക്കോടോ? കണ്ടാൽ വിശ്വസിക്കും സാർ. മാഡം നമസ്കാരം സാർ. ജീവ അവിടെ ഉണ്ട്. എന്ത് വേഷമായത്? അവന്റെ മുതുകിൽ ചെറുതായൊന്ന് തൊട്ടു, അത്രേ ഉള്ളൂ. അതിന് എന്തൊക്കെ പരാക്രമ കാണിച്ചേ. എങ്ങനെ വിടാൻ കഴിയും? നന്നായിട്ട് ആലോചിച്ച് നോക്ക്. അടി വാങ്ങിയ പോലീസ് എന്ന് പത്രത്തിൽ പേര് വന്നാൽ എങ്ങനെ ഇരിക്കും? CM-ന്റെ ഓഫീസിൽ നിന്ന് വേണമെങ്കിൽ വിളിപ്പിക്കാം. റിലീസ് ചെയ്ത് സാർ, നോക്കാം. സ്റ്റേഷന്റെ അറ്റകുറ്റപ്പണിക്ക് പൈസ വല്ലതും വേണമെന്നുണ്ടെങ്കിൽ ആ മാഡത്തോട് പറഞ്ഞ് ഞാൻ വാങ്ങിത്തരാം. കാര്യം എത്രയും പെട്ടെന്ന് തീർക്ക്. മിനിസ്റ്റർ തന്നെ നേരിട്ട് വിളിക്കണോളൂ. സാർ, ഇതൊന്നും ശരിയാവില്ല സാർ, നമുക്ക് പോകാം. പ്രശ്നമില്ല സാർ, പ്രശ്നമില്ല. ഞാൻ വേണ്ട പോലെ ചെയ്തോളാം. ഇതെല്ലാം എവിടുന്ന് പഠിച്ചടാ? ജീവ, ജീവ, കണ്ണു തുറന്ന് നോക്ക്. ജീവ, ജീവ,
ഒട്ടും വിഷമിക്കണ്ട, ഇപ്പൊ തന്നെ റിലീസ് ചെയ്യും. വലിയ ദേഷ്യക്കാരനായ പോലുണ്ടല്ലോ. കുറച്ചു നാളായിട്ടാ ഇങ്ങനെ. സൂക്ഷിച്ചു, ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ല. ഒരു നിമിഷം. ഇവൻ ആ പയ്യനല്ലല്ലോ അല്ലേ? അയ്യോ, അവൻ വിദേശത്താ. ഫോൺ ചെയ്യണം. ഫോൺ ചെയ്തിട്ട് വരാം. ഓടാവിടുന്ന്. ഇതേത് നമ്പറാടാ? പുതിയ നമ്പറാണല്ലോ. എവിടെ നോക്കട്ടെ, ആരായിരിക്കും? ആരാടാ? എടാ രമണ, എന്താ കഥ കഴിഞ്ഞോടാ? കഥ കുളമായ ഗുരു. ഈ ജീവ അണ്ണാച്ചിയെ മൊട്ടയടിച്ച് വിട്ടടാ. ഗുരു ചോദിക്കുന്നത് തെറ്റിദ്ധരിക്കരുതേ. കന്യാകുമാരി ഗാന്ധി മണ്ഡപത്തിന്റെ മുന്നിലിരുന്നാ ചോദിക്കുന്നേ. തൂക്കിക്കൊല്ലം വിധിച്ചവനവരെ രക്ഷപ്പെട്ടാൽ മാപ്പ് കൊടുത്തു വിടുമെന്ന് പറയാറുണ്ട്. ഈ ജീവ 2 പ്രാവശ്യം രക്ഷപ്പെട്ടില്ലേ, അവന് മാപ്പ് കൊടുത്തുകൂടെ? ഫോൺ അവന്റെ കൊടുക്ക. ഗുരു, ഞാൻ പറയുന്നൊന്ന് കേൾക്ക് ഗുരു. ഡാടാ, ഞാൻ പറയുന്നു നീ കേൾക്കടാ. കോഴിപ്പാറ്റ വേഗം ചാവില്ല, ഞെരിച്ചാലേ ചാവൂ. എടാ സാമുദ്രോഹി, നാളെ നീ തന്നെ സമുദ്രക്കിണരുടെ അടുത്ത് പോയി സറണ്ടറായി ചാവ്. നീ മരിച്ച വിവരം അറിഞ്ഞ അടുത്ത നിമിഷം നിന്റെ അമ്മയെ വിട്ട് ഞാൻ ബോംബെക്ക് പറക്കും. ഇപ്പോ ഇത് തന്നെയാണ് എന്റെ തീരുമാനം. ഇനിയെല്ലാം നിന്റെ ഇഷ്ടം. എന്താടാ അവൻ പറഞ്ഞേ? അണ്ണാച്ചിയുടെ അടുത്ത് നേരെ പോയി സറണ്ടർ ആവാൻ പറഞ്ഞു. മർമ്മത്തിൽ കുത്തിയത് കണ്ടോ? എന്തൊരു കഷ്ടമാടായത്. രക്തബന്ധത്തിന് ഒരു വിലയില്ലേടാ. നീ പോകണ്ട ജീവ. പോയേ പറ്റൂ. എന്റെ അമ്മയെ രക്ഷിക്കാൻ ഇതല്ലാതെ വേറെ വഴിയില്ല. ഹലോ സ്വപ്ന, ഞാൻ ജീവയാ. ഹലോ, അവിടെ ജീവിയാണെന്ന് നിങ്ങൾ വിചാരിക്കുന്ന ആള് ഞാനല്ല. എന്താ ജീവ ഇത്? തമാശക്കാരല്ലേ? നിന്നെ ഞാൻ വിശ്വസിക്കില്ല. നീ ഒരു സാഡിസ്റ്റാ. ഇപ്പൊ ഞാൻ വിശ്വസിക്കുന്നു. ഞാനൊരു ആപത്തില്ല സ്വപ്ന. തിരിച്ചു വരാൻ പറ്റുമെന്നറിയില്ല. അവിടെ ഗുരു എന്തൊക്കെ കുഴപ്പമുണ്ടാക്കുന്നത് എനിക്കറിയില്ല. എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണം സ്വപ്ന. എന്ത് നടന്നാലും അമ്മ ഒന്നും അറിയണ്ട. സത്യം ഇപ്പൊ പറയില്ല സ്വപ്ന. സത്യമായും പറയില്ല. ഐ ലവ് യു സ്വപ്ന. ലവ് യു. അണ്ണാച്ചി, ആരാടാ നീ? അവനോ ഇവനോ? അവനായാലെന്താ ഇവനായാലെന്താ, ഏവനായാലും നമ്മളെ അടിക്കാനാ ഭാവമെന്ന് തോന്നുന്നു. അണ്ണാച്ചി നാട്ടിലില്ലാത്ത നേരത്ത് വെറുതെ എന്തിനാ അടികൊണ്ട് ചാവണം? ഇവിടെ നോക്ക്, ഹോസ് ഇട്ടിട്ടുണ്ട്. 2 പേർക്കും ഒന്നും പറ്റാതെ സംസാരിച്ച് തീർക്കാം. അണ്ണാച്ചി എവിടെ പോയിരിക്കുക? ആദ്യം എന്റെ ചോദ്യം, മുടിയെടുക്കുന്നവനോ ജീവൻ എടുക്കുന്നവനോ? ജീവൻ കൊടുക്കുന്നവൻ. അണ്ണാച്ചിക്ക് അറിയിപ്പ് കിട്ടി ഗുരുവിനെ തേടി മദ്രാസിൽ പോയിരിക്കുന്നു. ഗുരുവിനെ തേടിയത് എങ്ങനെ? എന്നോട് ക്ഷമിക്ക് ജീവ, എന്റെ മനസ്സ് വേദനിച്ചു. ഞാൻ തന്നെ രാത്രി അണ്ണാച്ചിക്ക് ഫോൺ ചെയ്ത് മദ്രാസിലാണ് ഗുരുവെന്നും എന്റെ കൂടെയുള്ളത് ജീവയാണെന്നുമുള്ള സത്യം പറഞ്ഞത്. അറിയാത്തതുകൊണ്ട് ചോദിക്കുക, നീ എന്തിനാ ജീവൻ കളയുന്നത്? അവർക്ക് വേണ്ടത് ഗുരുവിന്റെ ജീവനല്ലേ? പൊട്ട, ഇവരവിടെ എത്തിയാൽ ഗുരു വലിയ റൗഡിയാണെന്നുള്ള സത്യം അമ്മയ്ക്ക് മനസ്സിലാവും. അതിനുശേഷം അമ്മ ജീവനോടെ ഇരിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ എന്റെ ജീവൻ കൊടുക്കാൻ വന്നേ. കളഞ്ഞില്ലേ?